Good morning, question number 6 same. Livika reads her books for 1 and 3 by 4 hours. Every day she reads the entire books in 6 days. How many hours in all were required by her to read the book? Livika 1 and 3 by 4 hours വായിക്കുന്നുണ്ട് ബുക്ക്. അവൾ ആ ബുക്ക് 6 days കൊണ്ട് തീർത്തു. അപ്പോൾ ഈ 6 days കൊണ്ട് ഒരു ദിവസം അവൾ എത്ര വായിക്കത്തുള്ളൂ? 1 and 3 by 4. അപ്പോൾ ഓരോ ദിവസവും എത്ര? ഈ 6 days കൊണ്ട് എത്ര വായിക്കത്തുള്ളൂ? ഫസ്റ്റ് ഡേയിലും അവൾ 1 and 3 by 4, സെക്കൻഡ് ഡേയിലും അത്രയും തന്നെ, അങ്ങനെ 3, 4, 5, 6 ഈ ദിവസങ്ങളിലെല്ലാം അവൾ വായിക്കുന്നത് 1 and 3 by 4 hours മാത്രമേ വായിക്കുള്ളൂ. അപ്പോൾ ടോട്ടൽ എത്ര ദിവസം എടുത്തത് ആ ബുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ? ഇപ്പോൾ മുമ്പത്തെ പോലെ 1 and 3 by 4, 1 and 3 by 4 എല്ലാം നമ്മൾ ആഡ് ചെയ്യുമോ? ഇല്ല, നമുക്കറിയാം ആഡ് സെയിം ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ആഡ് ചെയ്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. എത്ര വെച്ച്? 6 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ കൂടുതൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ദിവസം 1 and 3 by 4, അങ്ങനെയാണ് 6 days എത്രയാണ്? നമ്മൾ എപ്പോഴും കാൽക്കുലേഷൻ ആയിട്ട് ഓർക്കുക. സിംഗിൾ വാല്യൂ തന്നിട്ട് അല്ലെങ്കിൽ ഒന്നിൻ്റെ വില തന്നിട്ട്, ഒന്നിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഡേയ്സ് അവേഴ്സ് ആണ്. ചിലപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി ലിറ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ രൂപ റുപ്പീസ് എന്നായിരിക്കും തരിക്കുന്ന. ഒരു ബാഗിന് എത്ര രൂപ, 10 ബാഗിന് എത്ര, അങ്ങനെയൊക്കെ. അതായത് ചെറിയൊരു ക്വാണ്ടിറ്റി തന്നിട്ട് വലിയ ക്വാണ്ടിറ്റിയുടെ ആൻസർ കാണാൻ ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴും ചെയ്യണം, എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ. മനസ്സിലായാലും മക്കളെ, അത് എപ്പോഴും ഓർത്തിരിക്കണം. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് എഴുതാം. ഇവിടെ എന്താണ്? നമ്പർ ഓഫ് അവേഴ്സ് റീഡ്സ് ഇൻ 1 day. 1 ഡേയിൽ എത്ര വായിക്കുന്നുണ്ട്? 1 and 3 by 4 hours. സ്റ്റെപ്പൊക്കെ നിങ്ങളുടെ സ്വന്തമാണ്. കാണാൻ പഠിച്ച് നമുക്ക് ഒരിക്കലും സ്റ്റെപ്പ് എഴുതാൻ പറ്റില്ല. ഇനി നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് കംപ്ലീഷൻ. കംപ്ലീഷന് വേണ്ടി അവിടെ എത്ര ഡേയ്സ് എടുത്തു? 6 days. 6 days എടുത്തില്ലേ കംപ്ലീറ്റ് ചെയ്യാൻ? ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഹൗ മെനി hours also required by her to read the book. Number of hours to complete book. Complete the book is equal to, നമുക്ക് ഒന്നിന്റെ വില തന്നു ഒരു ദിവസം ഇത്രയും. അപ്പൊ 6 days എത്രയാണെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? 1 and 3 by 4 into 6. ഇത് മിക്സഡ് ആണ്. മിക്സഡ് ആയിട്ട് നമ്മൾ ചെയ്യുമോ? ഇല്ല, നിങ്ങൾക്കറിയാം. എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാമെന്ന് അറിയാമല്ലോ. അത്രയാ. മിക്സഡ് നമ്മൾ ഇംപ്രോപ്പർ ആക്കും. എങ്ങനെ ഇംപ്രോപ്പർ ആക്കുന്നേ? 1 into 4 plus 3 by 4 ആണോ? into 6. ഇതെങ്ങനെയാ? ഹോൾ നമ്പരും ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യും, ന്യൂമറേറ്റർ ആഡ് ചെയ്യും. എന്നിട്ട് ഇവിടുത്തെ കാൽക്കുലേഷൻ എങ്ങനെയാണ്? ആദ്യം 4 plus 3 ചെയ്യുമോ? ഇല്ല മക്കളെ, ആദ്യം 1 into 4 ചെയ്യത്തുള്ളൂ. നിങ്ങൾ ഇത് ഓർക്കുക, കാൽക്കുലേഷൻ ഇത് ഓർക്കുക. ഏതാണ്? ബോഡ് മാസ്. ബ്രാക്കറ്റ് ആദ്യം, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഈ ഓർഡറിൽ മാത്രമേ നമ്മൾ കാൽക്കുലേഷന് പോകാവുള്ളൂ. അപ്പോൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 into 4, 4 plus 3, 7 by 4 into 6. 6 ഒരു ഹോൾ നമ്പർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും? 1 ഇട്ട് കൊടുക്കും. പിന്നെ നമുക്ക് സിംപ്ലിഫിക്കേഷൻ, നമ്മൾ എപ്പോഴും സിംപ്ലിഫൈ ചെയ്ത് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ. മേളിലോ താഴെയോ വല്ലോ എന്തുണ്ട്, അവരുടെ മൾട്ടിപ്പിൾസ് ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് പോകണമെങ്കിൽ അവസാനത്തെ കാൽക്കുലേഷൻ നമുക്ക് ഈസി ആകും. അപ്പോൾ ഇവിടെ 4ഉം 6ഉം 2ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ? 2 വെച്ച് 2നെ മൾട്ടിപ്ലൈ ചെയ്ത് സിമ്പിൾ ആക്കിയേക്കാം. 2 into 2 4, 2 into 3 6. രണ്ടും 2ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് 2നെ 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു. അത്രേ ഉള്ളൂ, ഇനിയില്ല. അപ്പോൾ ഒന്ന് ചെയ്തേ. മേളിൽ 7 into 3 21, താഴെ 2 into 1 2. ഇത് കണ്ടോ? ഇത് ഇംപ്രോപ്പർ ആണ്. ഇംപ്രോപ്പറിനെ കണ്ട ഉടനെ നമ്മളത് മിക്സഡ് ആകുമല്ലേ ഫൈനൽ ആൻസറിൽ. 2 കൊണ്ട് എത്രയാണ്? 10 into 2 20 എന്ന് വേണേൽ എഴുതാം. ഇങ്ങനെ എഴുതാം അല്ലേ? അല്ലാതെ അതിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. 21നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്ഥാനം എടുത്തു 1, 2 into 2 1. അടുത്ത സ്ഥാനം ഇറക്കി എഴുതി 1 ഇറക്കി എഴുതി പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഒരു സ്ഥാനം ഇറക്കി എഴുതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്ഥാനം ഇറക്കി എഴുതുമ്പോൾ അത് നമുക്ക് ഡിവിഷന് പറ്റില്ല. എങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ്റെ അവിടെ എന്നാ കൊടുക്കണം? 0 കൊടുക്കണം. എന്നിട്ട് ഇവിടെ വെച്ച് നമുക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് പോയിന്റ് കൊടുത്ത് ചെയ്തു പോകാം. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇവിടെ വെച്ച് തന്നെ നിർത്തിയേക്കാം. അപ്പോൾ ഇവിടെ ഒറ്റയടിക്ക് 10 into 2 20 എന്ന് എഴുതി കാണിച്ചതാണ്. ഓക്കെ, അപ്പോൾ ആൻസർ എത്രയായിരിക്കും? 10, റിമൈൻഡർ ന്യൂമറേറ്റർ 10 and 1 by 2 hours. അപ്പോൾ അവൾ ടോട്ടൽ എത്ര എടുത്തിട്ടുണ്ട്? 10 and 1 by 2 hours എടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്.
മനസ്സിലായില്ലേ മക്കളെ? സിമ്പിളായിട്ടുള്ളതാണ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മിക്സഡിനെ ഇംപ്രോപ്പർ ആക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ടോട്ടൽ കാൽക്കുലേഷൻ ഈ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ നമ്മൾ ഫുൾ കാൽക്കുലേഷൻ വരുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് തന്നെ നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്ത് പോകണമെങ്കിൽ അവസാനത്തെ കാൽക്കുലേഷൻ വലിയ വലിയ സംഖ്യകൾ നിങ്ങൾക്ക് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ കുറഞ്ഞിരിക്കും. മക്കളെ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെത്താനെ ചെയ്ത് നോക്കുക. എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ തന്നെത്താനെ ചെയ്ത് നോക്കുക. തെറ്റുവാണെങ്കിൽ തെറ്റിയത് എവിടെയാണെന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കും മക്കളെ. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ അല്ലേ? പിന്നെ എക്സാം ടൈം ആകുമ്പോൾ ഇങ്ങനെ പഠിച്ച് നോക്കി എങ്ങനെ എന്നൊക്കെ പഠിച്ച് ടെൻഷൻ എടുക്കുക. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോഴങ്ങനെ നോക്കി പോയി കഴിഞ്ഞാൽ തറവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയാണ്. മക്കളെ ചാനൽ കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായം പറയണം. ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഇതിനെപ്പറ്റി റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടു നോക്കാൻ പറ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.